രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അങ്ങനെ ഭാഗ്യവാന്മാരാണ് എന്ന് തങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരാണ് എന്ന് തെളിഞ്ഞത്. അതാണ് സ്വയം നിന്ദിച്ചു, ഹാ ധിക് എന്ന് പറഞ്ഞ് സ്വയം നിന്ദിച്ചു. എന്നിട്ട് ദീർഘനിശ്വാസം കൊണ്ടു. എന്നിട്ട് രാമ 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 എന്ന് അവർ ഉറക്കെ നിലവിളിക്കാനും തുടങ്ങി. ആ ആളുകൾ പറയുന്നതായ കാര്യങ്ങൾ ഓരോരുത്തർക്കും 100 കാര്യങ്ങൾ പറയാറുണ്ട്. രാമനുമായി ബന്ധപ്പെട്ടുള്ളതായ അനുഭവങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ആനന്ദപൂർണമായ നിമിഷങ്ങൾ, അഭിമാനാർഹമായിട്ടുള്ള അനുഭവങ്ങൾ ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല. അവര് ആ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് ഓരോരുത്തരും പറയാണ്. ശുശ്രാവച വചസ്തേഷാം വൃന്ദം വൃന്ദം ച തിഷ്ഠതാം. ആ ആളുകളുടെ വാക്കുകൾ സുമന്ത്രർ കേൾക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ആ അനുഭവങ്ങൾ വിളിച്ചു പറയാണ്. അതെല്ലാം കേട്ട് എങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിന്നാണ് അവർ പരസ്പരം സംസാരിക്കുന്നതും രാമകാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നതും. എന്നിട്ട് അവര് പറയുന്നു, ഹതാസ്മ ഖലുയേ നേഹ പശ്യാമ ഇത് രാഘവം. രാമനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. രാമൻ ഗംഗയ്ക്ക് അപ്പുറത്തേക്ക് കൊടുങ്കാട്ടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഞങ്ങൾ എല്ലാവരും വഞ്ചിതരായി പോയി കഴിഞ്ഞിരിക്കുന്നു, മരിച്ചതിന് തുല്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നാട്ടുകാരെല്ലാവരും പറഞ്ഞു. മുമ്പാണെങ്കിൽ ഈ നാട്ടില് എന്ത് വിശേഷമുണ്ടായാലും, ഏതൊരു വീട്ടില് ഏതൊരു വിശേഷമുണ്ടായാലും അവിടെ എല്ലാം അതില് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ, എല്ലാവരെയും അനുഗ്രഹിക്കാൻ, ആ വിശേഷങ്ങൾ ഭാഗഭാക്കാകാൻ രാമൻ വരുമായിരുന്നു. ദാന യജ്ഞ വിവാഹേഷു സമാജേഷു മഹത്സുച. വീടുകളില് വിവാഹങ്ങൾ നടക്കുമ്പോ, അതേപോലെ തന്നെ സമാജത്തില് സമൂഹത്തില് യജ്ഞങ്ങൾ നടക്കുമ്പോ, വലുതായിട്ടുള്ള ദാനകർമാദികൾ നടക്കുമ്പോ, ഉത്സവങ്ങൾ നടക്കുമ്പോ, വലുതായ ഉത്സവങ്ങൾ നടക്കുമ്പോ അവിടെ എല്ലാം രാമൻ വരും. രാമനെ കാണാൻ കഴിയുമായിരുന്നു. നദ്രക്ഷ്യാമ പുനർജാതു ധാർമ്മികം രാമമന്തര. പക്ഷേ ഇനിയുള്ള അവസ്ഥ അതല്ലല്ലോ. പരമധാർമ്മികനായ രാമനെ ഇനി അതേപോലുള്ളതായ സന്ദർഭങ്ങളില് നമ്മുടെ വീടുകളിലും നാടുകളിലും ഉത്സവ മേഖലകളിലും ഒന്നും ഇങ്ങനെ അടുത്ത് കാണാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്നിങ്ങനെ അവർ വേദനിച്ചു. 14 വർഷം കഴിഞ്ഞ് രാമൻ വരൂ. 14 വർഷം പോയിട്ട് ഓരോ ദിവസം പോലും അവർക്ക് രാമനെ പിരിഞ്ഞിരിക്കാൻ സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് 14 വർഷം 14 കോടി വർഷങ്ങൾ പോലെ അവരുടെ മുന്നിലെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് അവർ നിർത്താതെ വിലപിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന അവസരത്തില് അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളെ പരിപാലിച്ചത്? കിം സമർത്ഥം ജനസ്യ കിം പ്രിയം കിം സുഖാവഹം ഇത് രാമേണ നഗരം പിത്രേവ പരിപാലിതം. ഇത്രയും കാലം രാമൻ ഈ നഗരത്തെയും ഈ ഗ്രാമങ്ങളെയും ഒക്കെ പരിപാലിച്ചത് പിതാവ് മക്കളെ നോക്കുന്നത് പോലെയാണ്. അത്രയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് വാത്സല്യത്തോടുകൂടിയിട്ട് രാമൻ പരിപാലിച്ചു പോന്നു. എന്തൊക്കെയാ രാമൻ ചിന്തിക്കുന്നത്? പിതാവ് മക്കളുടെ കാര്യം ശ്രദ്ധയോടുകൂടിയിട്ട് ദീർഘ വീക്ഷണത്തോടുകൂടിയിട്ട് ചിന്തിക്കുന്നത് പോലെ
കിം സമർത്ഥം ജനസ്യാസ്യ, ഈ ജനങ്ങൾക്ക് എന്തൊക്കെ സാമർഥ്യങ്ങളാണ് പ്രയോജനപ്പെടുക, എന്തൊക്കെയാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ അവരുടെ ജീവിതത്തില് സുഖത്തെ ഉളവാക്കും, കിം പ്രിയം കിം സുഖാവഹം, ഇവർക്ക് പ്രിയമുണ്ടാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെന്തൊക്കെയാണ്, ഇവർക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങൾ എന്തെന്തൊക്കെയാണ്, ഇവരുടെ സാമർഥ്യത്തെ കഴിവിനെ വർദ്ധിപ്പിക്കുന്നത് എന്തെന്തൊക്കെയാണ്, ഇതെല്ലാം ചിന്തിച്ചിട്ട് അദ്ദേഹം അതിനു വേണ്ടുന്നതെല്ലാം കണ്ടെത്തിയിട്ട് അദ്ദേഹം നടപ്പിലാക്കുമായിരുന്നു. അങ്ങനെയുള്ള രാമനെ ഇനി എങ്ങനെയാണ് കാണുക? ഈ അവസരത്തിൽ നാട്ടുകാർ ഓടി വന്ന് ആ മാർഗത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വീടുകളുടെ എല്ലാം രണ്ടാം നിലകളിലും മൂന്നാം നിലകളിലുമൊക്കെ വാതായനങ്ങളില് ജനാലകളില് സ്ത്രീകള് കൂടി നിപ്പുണ്ട്. ഈ രഥത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ രഥത്തെ കാണുന്നതിന് വേണ്ടി, സുമന്ത്രരെ കാണുന്നതിന് വേണ്ടി ഇപ്പോഴും അവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ലായിരുന്നു. സ്ത്രീകളും അതേപോലെ പുരുഷന്മാരും രഥം തിരിച്ചു വരുമ്പോൾ രാമൻ തിരിച്ചു വരും. ആ രഥത്തിൽ തന്നെ രാമന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാലേ രാമൻ തിരിച്ചു വരുമല്ലോ. രാമൻ തിരിച്ചു വരണം, അതാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അവരുടെ പ്രതീക്ഷ ഇങ്ങനെയാണ്, രാമൻ തിരിച്ചു വരും, തിരിച്ചു വരും, തിരിച്ചു വരണം, ഇല്ലെങ്കിൽ കൊണ്ടുവരണം. അപ്പോൾ രാമനെ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ രാമനെ കാണുന്നില്ല. തേരിൽ സുമന്ത്രർ മാത്രമേ ഉള്ളൂ. രാമമേവ അഭിതപ്താനാം ശുശ്രാവ പരിദേവനാം. അങ്ങനെ രാമനെ കുറിച്ച് തന്നെ ചിന്തിച്ച് രാമനെ കാണാൻ വേണ്ടി കൊതിച്ച് രാമൻ മടങ്ങി വരുന്നത് കാണുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ സ്ത്രീകൾ രാമനെ കാണാൻ കഴിയാതെ വന്നപ്പോ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അവരുടെ എല്ലാം അലമുറ സ്വതവേ ദുഃഖിതനായ കരയുന്ന സുമന്ത്രയുടെ ഹൃദയത്തെ വീണ്ടും ഇളക്കി മറിച്ചു. സുമന്ത്രര് അവിടെ മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ സമീപത്ത് രഥത്തിൽ പോകാവുന്നിടത്തോളം ദൂരം ചെന്നു. എന്നിട്ട് രഥം നിർത്തി സോവതീര്യ രഥാശീഘ്രം രാജവേശ്മ പ്രവിശ്യച്ച. അതേ വളരെ വേഗത്തില് രഥത്തിൽ നിന്നിട്ട് താഴെ ഇറങ്ങി. എന്നിട്ട് മഹാരാജാവിന്റെ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങേറ്റം സുരക്ഷിതമാണ് കൊട്ടാരം. വളരെയേറെ പ്രാകാരങ്ങളും അതുപോലെ വളരെയേറെ സംവിധാനങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങോട്ട് സുമന്ത്രർ പ്രവേശിക്കുകയാണ്. അങ്ങോട്ട് കടക്കുമ്പോഴേക്കും സുമന്ത്രര് തന്റെ മുഖത്തെ മറച്ചിരിക്കുന്നു. കാരണം സുമന്ത്രർ കരയുന്നുണ്ടായിരുന്നു. അതുവരെ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. രാമനില്ലാത്തതായ അയോധ്യയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ രാമനെ കാട്ടിൽ കൊണ്ട് എത്തിക്കാനുള്ള ചുമതല രാജാവ് തന്നിലാണ് സമർപ്പിച്ചത്. താൻ തന്നെ അത് ചെയ്യേണ്ടി വന്നു. ഇക്കാരണങ്ങളാല് സുമന്ത്രര് ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. ആ അവസ്ഥയിൽ സുമന്ത്രരെ ആളുകൾ കണ്ട് അവരും കൂടുതൽ വേദനിക്കും. അവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പിഹിതാനന മുഖം മറച്ചുകൊണ്ട് ആണ് സുമന്ത്രര് അവിടേക്ക് ആ കൊട്ടാരത്തിനുള്ളിലേക്ക് രാമൻ ഓടി നടന്ന് കളിച്ച ആ വലിയ മനോഹരമായ കൊട്ടാരത്തിനുള്ളിലേക്ക് സുമന്ത്രർ പ്രവേശിക്കുന്നത്. ശ്രീരാമ ജന്മഭൂമിയിലുള്ള ആ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് കടന്നു ചെന്നിട്ട് അവിടെ ആളുകൾ തിങ്ങിക്കൂടി വിങ്ങിപ്പൊട്ടി. ഉറക്കെ കരയാൻ നിവർത്തിയില്ല. ശബ്ദം ഉറച്ചു കേൾക്കാൻ പാടില്ല. കൊട്ടാരമാണ്. അവിടെ പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അതുകൊണ്ട് അവർ വിങ്ങിപ്പൊട്ടി അവരെ ശബ്ദമെല്ലാം നിയന്ത്രിച്ച് കരയുന്നത് സുമന്ത്രർ കണ്ടു. 7 അടുക്കുകളുണ്ട് അവിടത്തെ സുരക്ഷാ വിധാനത്തിന്. അത് 7ഉം കടന്ന് സുമന്ത്രരുടെ ഉള്ളിലേക്ക് 8ാമയിടത്തേക്ക് പ്രവേശിക്കാൻ അവിടെ എല്ലാം മഹാജനസമാകുലാഹ, മഹാജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആളുകൾ മുഴുവൻ ഭക്ഷണപാനീയാദികൾ പോലും ഉപേക്ഷിച്ചിട്ട്, ഊണും ഉറക്കവും ഉപേക്ഷിച്ചിട്ട് രാമന്റെ വാർത്ത അറിയാൻ, രാമൻ
മടങ്ങി വന്നാലോ, മടങ്ങി വന്നെങ്കിലോ എന്നുള്ള പ്രതീക്ഷയുമായിട്ട് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കാണ്. മനോഹരങ്ങളായ വീടുകൾ, ഹർമ്യൈ വിമാനൈ പ്രാസാദൈഹി അവേക്ഷ്യാഥ സമാഗതം. വീടുകളുടെ മുകളിൽ നിന്നുകൊണ്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും അതേപോലെ ആളുകളും സുമന്ത്രര് മടങ്ങി വരുന്നത് നോക്കുന്നു. വളരെയേറെ ആളുകൾ തിക്കി തിരക്കി നിൽക്കുന്നു ആ നിരത്തുകളില്. അവിടെ നിന്നുകൊണ്ട് നിരത്തുകളിൽ നിന്നും വീടുകളിൽ നിന്നുകൊണ്ടും സുമന്ത്രര് മടങ്ങി വരുന്ന അവർ നോക്കുകയാണ്. അവരുടെ അവസാന പ്രതീക്ഷയും പോയി. രാമൻ ആ രഥത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അതും പോയി. ഹാഹാകാര കൃതാനാര്യോ രാമ അദർശന കർഷിതാഹ. ശ്രീരാമചന്ദ്രനെ കാണാൻ കഴിയാത്തതുകൊണ്ട് ആകെ തകർന്നു പോയവരായ സ്ത്രീകൾ, അവർ അതുവരെ അവരുടെ ശബ്ദത്തേക്ക് പരമാവധി നിയന്ത്രിച്ച് നിൽക്കുകയായിരുന്നു. കടലിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീർ പ്രവഹിക്കുന്നുണ്ട്, വിങ്ങിപ്പൊട്ടുന്നുണ്ട്. സകല നിയന്ത്രണങ്ങളും വിട്ടു. അവർ അലമുറയിടാൻ തുടങ്ങി. അയോധ്യ നഗരി മുഴുവൻ ആ നാരീജനങ്ങളുടെ അലമുറ കൊണ്ട് മുഖരിതമായി. പുരുഷന്മാരും വളരെ ഉറക്കെ വാവിട്ട് കരയാനായി തുടങ്ങി. ആ അവസരത്തില് തതോ ദശരഥ സ്ത്രീണാം പ്രാസാദേഭ്യ തതത്തത രാമശോകാഭിതപ്താനാം മന്ദം ശുശ്രാവജൽപിതം. തതോ ദശരഥ സ്ത്രീണാം പ്രാസാദേഭ്യസ്തതസ്തത രാമശോകാഭിതപ്താനാം മന്ദം ശുശ്രാവജൽപിതം. അപ്പോഴേക്കും സുമന്ത്രരുടെ കാതുകളില് ഇങ്ങനെ സ്ത്രീകൾ പരമാവധി ശബ്ദം കുറച്ച് പരസ്പരം പറയുന്നത് വന്നു വീണു സുമന്ത്രരുടെ കാതുകളില്. ആ കൊട്ടാരത്തിന് ഉള്ളിലുള്ളതായ സ്ത്രീകൾ, അതാണ് ദശരഥ സ്ത്രീണാം. ആ കൊട്ടാരത്തിലുള്ളവരായ സ്ത്രീകള് അവരുടെ ദുഃഖകഥകൾ അവർ പറയുന്നുണ്ടായിരുന്നു. ആ മണിമാളികളുടെ വാതായനങ്ങളുടെ സമീപത്ത്, അതേപോലെ തന്നെ വാതിലുകളുടെ സമീപത്ത് ഒക്കെ നിന്നുകൊണ്ട് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു അടക്കിയ സ്വരത്തിൽ. പക്ഷേ ആ അടക്കിയ സ്വരങ്ങളെല്ലാം അണപട്ടി ഒഴിയുക വലിയ ശബ്ദങ്ങളായി മാറി. അതെല്ലാം സുമന്ത്രരുടെ കാതുകളിൽ വന്ന് വീണ് സുമന്ത്രരുടെ ദുഃഖത്തെ വർദ്ധിപ്പിക്കുകയാണ്. ആളുകൾ എന്താ പറഞ്ഞത്? അത് തന്നെയായിരുന്നു തന്റെ ചിന്തയും. സഹ രാമേണ നിര്യാതോ വിനാ രാമം ഇഹാഗത. രാമനോടൊപ്പമാണ് സുമന്ത്രര് തേരോടിച്ചു പോയത്. രാമനോടൊപ്പം തേരോടിച്ചു പോയിട്ടുള്ള അവസരങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാമനെയും കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ലക്ഷ്മണനും കൂടെ ഉണ്ടാവും, ചിലപ്പോൾ ഭരതനും ശത്രുഘ്നനും ഒക്കെ ഉണ്ടാവും. സുമന്ത്രരായിരിക്കും തേര് തള്ളിക്കുക. അങ്ങനെ പോയിട്ട് തിരിച്ച് അവരെയും കൊണ്ടാണ് സുമന്ത്രർ വരിക.